അർമേനിയയിലെ 3-ാം ദിവസമാണ് ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഇതൊക്കെയാണ് എടുത്തത്. പക്ഷേ ഇതിലൊരു അബദ്ധം പറ്റി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ കൂടെ മുട്ട ഓംലെറ്റ് കൂടി എടുത്തിരുന്നു. ഒരു പ്രത്യേക തരത്തിലുള്ള മുട്ട ഓംലെറ്റ് ആയിരുന്നു. അതിൽ സോസേജ് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് കഴിച്ചില്ല, ഒഴിവാക്കി. ഇമ്മു കയറിയിട്ടുണ്ട് വണ്ടിയിൽ. ഈ ഇമ്മുവിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ, അത് പിന്നീട് പറയാം. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ യാത്ര ലേക്ക് സെവാനിലേക്കുള്ള പാതയിലാണ്. ചുറ്റും നോക്ക്, വെളുത്ത മട്ടുപ്പാവ് വിരിച്ചതുപോലെ മഞ്ഞു പുതച്ചു കിടക്കുന്ന മലനിരകൾ. യാരവാനിൽ നിന്നും സെവാനിലേക്കുള്ള ഈ യാത്ര വെറുമൊരു യാത്രയല്ല, പ്രകൃതിയുടെ ഒരു വലിയ ക്യാൻവാസിലേക്കുള്ള സഞ്ചാരമാണ്. അർമേനിയയിലെ ഹൈവേകൾ ഇത്രയും മനോഹരമാണെന്ന് ഈ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അർമേനിയയിൽ ദൂരയാത്രക്കായി ഇതുപോലുള്ള മർഷ്റൂക്ത എന്ന് വിളിക്കപ്പെടുന്ന മിനി ബസ്സുകൾ അല്ലെങ്കിൽ പ്രൈവറ്റ് വാനുകൾ വളരെ സൗകര്യപ്രദവും ലാഭകരവുമാണ്. തണുത്ത കാറ്റും പശ്ചാത്തലത്തിൽ കാണുന്ന ഈ മഞ്ഞുമലകളും നമ്മുടെ യാത്രയുടെ ആവേശം വർദ്ധിപ്പിക്കുന്നു. ലേക്ക് സെവാൻ അടുക്കാറാകുമ്പോഴേക്കും കാഴ്ചകൾ ഇനിയും മാറും. ഈ റോഡിലൂടെയുള്ള ഓരോ കിലോമീറ്ററും ഓരോ പുതിയ അനുഭവം തന്നെയാണ് സമ്മാനിക്കുന്നത്. ഒടുവിലിതാ ആ കാഴ്ച നമ്മുടെ മുന്നിൽ. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന അർമേനിയയുടെ രത്നം ലേക്ക് സെവാൻ. ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണം കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന സെവനാവാങ്ക് മൊണാസ്ട്രിയാണ്. 9-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ പള്ളികൾ കറുത്ത അഗ്നിപർവ്വത ശിലകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. പഴയ കാലത്ത് ഇതൊരു ഐലൻഡായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് വെള്ളം താഴ്ന്നതോടെ ഇതൊരു പെനിൻസുലയായി മാറി. നമ്മളിപ്പോൾ ഉള്ളത് ലേക്ക് സെവൻ്റെ അടുത്താണ്. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ലേക്ക് സെവൻ. ഈ ഒരു ലേക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അർമേനിയയുടെ നീലക്കണ്ണുകൾ എന്നറിയപ്പെടുന്ന ഒരു തടാകമാണ്. ഇത് എപ്പോഴും നീല കളറായിരിക്കൂല. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റിയത് നീലല്ല, ഒരു ഗ്രേ കളറൊക്കെയാണ്. അപ്പോൾ ചില സമയത്ത് ഇതൊരു ബ്ലാക്ക് കളർ പോലെയൊക്കെ തോന്നിക്കും. മഴയും മഞ്ഞും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇത് സമുദ്രനിരപ്പിൽ നിന്നും 1900 അടി ഉയരത്തിലാണ് ഉള്ളത്. ഇത് അർമേനിയയിലെ ഏറ്റവും ഉയരമുള്ള മൗണ്ടൈനസ് തടാകമാണ്. അതുമാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ തടാകങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ തടാകം. ഇവിടെ നിന്നുള്ള വ്യൂവും നല്ല അടിപൊളിയാണ്. നല്ല കാറ്റടിക്കുന്നുണ്ട്, ഞാൻ തന്നെ പറന്നു പോകുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു മൊണാസ്ട്രി കൂടിയുണ്ട്, അതിൻ്റെ അടുത്തുകൂടിയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അർമേനിയയിൽ ക്രിസ്തീയ വിശ്വാസങ്ങളുമായി പ്രാവുകൾക്ക് വലിയ ബന്ധമുണ്ട്, പ്രത്യേകിച്ച് നോഹയുടെ കഥയുമായി ബന്ധപ്പെട്ട്. ഈ ഒരു ലേക്കിന് വേറൊരു പ്രത്യേകത ഉണ്ട്. ഈ ലേക്കിലാണ് പ്രത്യേകമായ ഇഷ്കാർ എന്നുള്ള മീനുള്ളത്. നമ്മൾ ഇന്നലെ അതിനെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ പേര് ഇന്നലെ അറിയില്ലായിരുന്നു. അപ്പോൾ ഏകദേശം കാണുമ്പോൾ സാൽമണ പോലൊക്കെ ഉണ്ടാകും. ആ ഒരു മീനാണ് ഈ അർമേനിയയിലെ ഭയങ്കര ഫേമസ് ആയ മീൻ കൂടിയാണ് ഈ തടാകത്തിൽ. പിന്നെ എൻ്റെ ബാക്കി കാണുന്ന പള്ളിയില്ലേ, ഈ പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9th സെഞ്ച്വറിയിൽ മറിയം രാജകുമാരിയാണ് ഈ പള്ളി പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഈ പള്ളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. ഇത് പെയിൻ്റ് അടിച്ചതൊന്നുമല്ല, ബ്ലാക്ക് കളർ. ഇത് ബ്ലാക്ക് സ്റ്റോൺ യൂസ് ചെയ്തിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ടോപ്പ് സ്റ്റോൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ടോപ്പ് സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നിപർവ്വത ശിലകളാണ് ഈ ടോപ്പ് സ്റ്റോൺ എന്നുള്ള ആ കല്ല് യൂസ് ചെയ്തിട്ടാണ് ഈ പള്ളി പണി കഴിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഈ പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു ദ്വീപിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു തടാകത്തിലെ വെള്ളം കുറഞ്ഞതോടുകൂടി ഇതൊരു പെനിൻസുലയിലെ പള്ളിയായി മാറി. ഓരോ ചുവടിലും മഞ്ഞിൻ്റെ ആ തണുപ്പ് അനുഭവിച്ചെറിഞ്ഞുള്ള ഈ നടത്തം ശരിക്കും ആവേശകരമാണ്. വെളുത്ത പരവതാനി വിരിച്ചതുപോലെ കിടക്കുന്ന ഈ മഞ്ഞിലൂടെ നടക്കുമ്പോൾ കേൾക്കുന്ന ആ ഒരു ശബ്ദം കർ കർ, അത് നമ്മുടെ യാത്രാനുഭവം പൂർണ്ണമാക്കുന്നു. കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പ്. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡ് കോർട്ടിലെത്തി. നിങ്ങൾ ഈ ടാങ്കിൽ കാണുന്ന മത്സ്യമാണ് ലേക്ക് സെവാനിലെ താരം ഇഷ്കാൻ അഥവാ സെവാൻ ട്രോട്ട്. ഇഷ്കാൻ എന്ന വാക്കിന് അർമേനിയൻ ഭാഷയിൽ രാജകുമാരൻ എന്നാണ് അർത്ഥം. അർമേനിയൻ ഭക്ഷണശാലകളിൽ നമ്മെ ആദ്യം ആകർഷിക്കുന്നത് കണ്ണഞ്ചിപ്പിക്കുന്ന ഈ നിറങ്ങളാണ്. ചുവന്ന നിറത്തിൽ തിളങ്ങി നിൽക്കുന്ന കേക്കുകളും പേസ്ട്രികളും വാലന്റൈൻസ് ഡേ സ്പെഷ്യലാണ്. പക്ഷേ ഇതൊക്കെ എന്തൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ഇവരുടെ മെയിൻ ബ്രെഡായ ലവാഷും ആണ് ഞങ്ങൾ കഴിച്ചത്. അർമേനിയയിലെ ഈ യാത്രയിൽ എൻ്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ കീഴടക്കിയത് ഈ നിമിഷങ്ങളാണ്. ഈ മഞ്ഞുവീഴ്ച, തലയിലേക്ക് തൂവള്ള നിറത്തിൽ മഞ്ഞുതുള്ളികൾ പെയ്തിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അനുഭവം ഉണ്ടല്ലോ, അത് വാക്കുകൾക്കും അപ്പുറമാണ്. ചുറ്റിനുള്ളതൊന്നും കാണാൻ കഴിയില്ല സാറേ എന്നതാണ് ഈ മഞ്ഞുവീഴ്ചയുടെ ആസ്വാദനം.
പുറത്ത് നല്ല തണുപ്പുണ്ടെങ്കിലും ആ തണുപ്പിനെ മറക്കുന്ന ഒരു സന്തോഷം ഈ മഞ്ഞുകട്ടകൾ നമുക്ക് നൽകുന്നുണ്ട്. ഓരോ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കാണുന്നതിനേക്കാൾ ഉപരിയായി പ്രകൃതിയുടെ ഈ ഭാവം നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അർമേനിയൻ യാത്രയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചതും പ്രണയിച്ചതും ഈ നിമിഷങ്ങളെയാണ്. ദൂരെയുള്ള ആ ഷെഡിൽ നിൽക്കുന്ന മാനുകളെ കണ്ടു. അതേപോലെ നടക്കുന്ന താറാവുകളെയും. ഈ മഞ്ഞുവീഴ്ചയ്ക്കിടയിലും പ്രകൃതി എത്ര ശാന്തമാണ്. അർമേനിയൻ ജനത ഈ തണുപ്പിൽ നിന്നും പ്രതിരോധിക്കാൻ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. സിഗരറ്റ് ഇല്ലാതെയും നമുക്ക് സ്മോക്ക് ചെയ്യാം. ആ പിറകിൽ കാണുന്നത് പോളാർ ബെയർ അല്ല കേട്ടോ, അതൊരു പട്ടിയാണ്, നാടൻ പട്ടി. നമ്മുടെ നാട്ടിലെ ചാവാലി പട്ടി പോലെയൊന്നല്ല ഇവിടുത്തെ നാടൻ പട്ടികൾ. ഞങ്ങളങ്ങനെ ഈ കോരിച്ചൊരിയുന്ന മഞ്ഞത്ത് അടുത്ത ലക്ഷ്യസ്ഥാനം ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. വഴിയിലുടനീളം നല്ല മഞ്ഞായിരുന്നു. ഈ മഞ്ഞിനൊരു അന്ത്യം വന്നത് ഈ ടണലിൽ കയറിയപ്പോഴാണ്. ദിലീജാൻ ടണലിലൂടെ പോകുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വശത്ത് കൂടുതൽ മഞ്ഞാണെങ്കിൽ മറുവശത്ത് വേറെ ലോകത്തെത്തിയ പോലെ വരണ്ട കാലാവസ്ഥയാണ്. അർമേനിയയിലെ ഈ ശൈത്യകാല യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും പുതിയ ഇടങ്ങളും വിശേഷങ്ങളുമായി ദിലീജാൻ ടണലിന്റെ അപ്പുറം നമുക്ക് വീണ്ടും കാണാം.